ഹസ്ബൻഡ് വന്നോ, നീ എന്താ പോകാത്തെ, നിന്നെ മക്കളെ എന്താ കൂട്ടാത്തെ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ഈ കഴിഞ്ഞ വീക്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളുടെ ഹസ്ബൻഡ് ഇത് എവിടെ പോയതാന്നുള്ളത്. ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ലക്ഷദ്വീപ് വരെ പോയതായിരുന്നു കേട്ടോ. അതിന്റെ ബഹളാണ് ഇവിടെ. എന്തായാലും ലക്ഷദ്വീപ് പോയവർ സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറേയല്ല കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിൽ നിന്ന് വരുമ്പോൾ നിനക്ക് എന്താ കൊണ്ടുവന്നേന്നുള്ളത്. അപ്പൊ ഞാൻ കരുതി ഇന്നത്തെ വീഡിയോ അങ്ങനെ ആവട്ടെ എന്നുള്ളത്. ഞാൻ പറയുന്നതും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ എന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. പിന്നെ ഗായ്സ്, ലക്ഷദ്വീപ് പോയിട്ടുള്ള വിശേഷങ്ങളും അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് ലക്ഷദ്വീപ് സ്പെഷ്യൽ ദീപുണ്ട. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നതും കഴിക്കുന്നതും ഒക്കെ. തേങ്ങ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഉണ്ടാന്ന് പറയുന്നത്. വാഴയിലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇലയിൽ വെച്ചിട്ട് ഒരു പ്രത്യേക തരം നൂല് കൊണ്ട് കെട്ടി വെച്ചിട്ടാണ് അവരിത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അടുത്തത് ലക്ഷദ്വീപുകാർക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സാധനമാണ് മാസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്നാലും ഞാൻ പറഞ്ഞു തരാം. ട്യൂണ ഫിഷ് വെച്ചിട്ടാണ് അവർ മാസ് തയ്യാറാക്കുന്നത് കേട്ടോ. കണ്ടാല് വിറകുള്ളിയൊക്കെ പോലെയാണ്, അതുപോലെ തന്നെ ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവർ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ തയ്യാറാക്കുന്നതാണ്. ഈ ട്യൂണ ഫിഷ് അവർ നല്ല രീതിയിൽ വേവിച്ചിട്ട് അവിടുന്ന് തന്നെ ഒരു മെഷീനിലിട്ട് ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മളടുത്തുണ്ടെങ്കിൽ ഒരു 3 മാസത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാനും നമുക്ക് മീൻ ഉപയോഗിക്കുന്നതിന് പകരം ഇതിങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ മാസ് വെച്ച് ഉണ്ടാക്കിയ അച്ചാറുകളാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് അവിടെ നിന്ന് കൊണ്ടുവന്ന ഉരുക്കു വെളിച്ചെണ്ണയാണ്. ഇതും മാസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കോഴിയടയ്ക്ക് ഉണ്ടല്ലോ, അതുപോലെ ഉണ്ടാക്കിയ മാസടയാണ് കേട്ടോ. മാസപ്പം എന്ന് പറയും. മാസ് എന്താണെന്നും അത് വെച്ചുണ്ടാക്കുന്ന കറികൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ മീൻ ഉപയോഗിക്കുന്നത് പോലെ മാസമൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാസിന്. ഇതിങ്ങനെ മാത്രമല്ല കേട്ടോ, പല ടൈപ്പിൽ വെക്കും. നിങ്ങൾ മാസ് കൂട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു തരണേ.